ഓം ശാന്തി. 30/7/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബയെപ്പോലെ നിരഹങ്കാരിയും നിഷ്കാമ സേവാധാരിയും മറ്റാരുമില്ല. മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദവി കുട്ടികൾക്ക് നൽകി സ്വയം വാനപ്രസ്ഥത്തിൽ പോയിരിക്കുന്നു. ചോദ്യം: ബാബയുടെ ഏത് സന്ദേശമാണ് നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തെയും അറിയിക്കേണ്ടത്? ഉത്തരം: എല്ലാവരോടും പറയൂ, നിങ്ങൾ ദുഃഖഹർത്താവിൻ്റെയും സുഖകർത്താവിൻ്റെയും കുട്ടികളാണ്. നിങ്ങൾ ആർക്കും ഒരിക്കലും ദുഃഖം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ സുഖദാതാവായ ബാബയെ ഓർമ്മിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ പകുതി കൽപ്പത്തേക്ക് സുഖധാമത്തിലേക്ക് പോകും. ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കണം. ഈ സന്ദേശം ജീവിതത്തിൽ ധാരണ ചെയ്യുന്നവർ 21 ജന്മത്തേക്ക് മായയുടെ അബോധാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും. ഗീതം: നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി. ബാബ നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണ്. മുഖ്യമായത് ആത്മാവാണ്. നമ്മൾ ആത്മാക്കൾ പരമപിത പരമാത്മാവിൻ്റെ സന്മുഖത്തിരിക്കുകയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങൾ ആത്മാക്കൾ സുപ്രീം ആത്മാവിൻ്റെ മുന്നിലിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരമുണ്ട്. ബാബ ശരീരം ലോണായി എടുത്തിരിക്കുകയാണ്. ഗുരുക്കന്മാർ മനുഷ്യരെ യാത്രക്കെല്ലാം കൊണ്ടുപോകാറുണ്ട്. ഭക്തിമാർഗത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഭാരതത്തിൽ സ്ത്രീ തൻ്റെ പതിയെ പോലും ഗുരു അഥവാ ഈശ്വരനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛൻ കുട്ടികൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ കുട്ടികളല്ലേ? നമ്മൾ പരിധിയില്ലാത്ത അച്ഛൻ്റെ കുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും പരിധിയില്ലാത്ത സമ്പത്തെടുക്കാനായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സദ്ഗതി നേടണം. ഇത് നിശ്ചയമുണ്ടല്ലോ. മുഴുവൻ ലോകവും ദുർഗതിയിലാണ്, പതിതരാണ്. പാവനമായി മാറാനാണ് വിളിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ എത്രയധികം ഗുരുക്കന്മാരാണ് ഉള്ളത്? ചിലർക്ക് 100 അനുയായികൾ, മറ്റു ചിലർക്ക് 500-ഉം വേറെ ചിലർക്ക് 50-ഉം ഉണ്ടാകുന്നു. ചിലർക്കെല്ലാം ലക്ഷങ്ങളും കോടികളും ഉണ്ടായിരിക്കും. ആഗാഖാൻ എന്ന ഗുരുവുമുണ്ടല്ലോ. എത്ര അനുയായികളാണ് അദ്ദേഹത്തിന്! എത്ര ബഹുമാനമാണ് കൊടുക്കുന്നത്! അവർ പിന്നെ എന്ത് തന്നെ ചെയ്യുന്നവരാണെങ്കിലും എത്ര അംഗീകാരമാണ് ഉള്ളത്! ഭക്തിമാർഗത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരും നമ്പർ വാറാണ്. ചിലരുടെ സമ്പാദ്യം കോടിക്കണക്കിനാണ്. ആഗാഖാന്റെ വരുമാനം വളരെയാണ്. അദ്ദേഹത്തെ ശിഷ്യർ വജ്രങ്ങൾ കൊണ്ട് തൂക്കിയിട്ടാണ് ദാനം നൽകിയിരുന്നത്. ഒരു വശത്ത് വജ്രവും മറുവശത്ത് അവരുടെ ഗുരുവും. വജ്രങ്ങളായിരുന്നു ദാനമായി നൽകിയിരുന്നത്. എത്ര വജ്രങ്ങളായിരിക്കും! ഇന്നത്തെ കാലത്ത് സ്വർണം കൊണ്ട് ഒരുപാട് പേരെ തുലാഭാരം നടത്താറുണ്ട്. മറ്റൊന്ന് പ്ലാറ്റിനം. അത് സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ടും തൂക്കിയിരുന്നു. ഗുരുവിന് എത്ര ഉയർന്ന പദവിയാണെന്ന് നോക്കൂ. ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്. ബാബയാകുന്ന സദ്ഗുരുവിന് നിങ്ങൾ എന്താണ് നൽകുക? ബാബയെ തുലാഭാരത്തിൽ ഇരുത്തുമോ? വജ്രങ്ങൾ കൊണ്ട് തൂക്കുമോ? ബാബയെ തൂക്കാൻ സാധിക്കുമോ? ബാബയ്ക്ക് ഭാരം തന്നെയില്ല. ശിവൻ ബിന്ദുവാണ്. ബാബയെ നിങ്ങൾക്ക് എങ്ങനെ തൂക്കാൻ സാധിക്കും? നിങ്ങളുടെ ഗുരു എത്ര അത്ഭുതകരമാണ്! ഏറ്റവും ഭാരരഹിതനാണ്. തികച്ചും സൂക്ഷ്മവുമാണ്. നിങ്ങളുടെ ഗുരു ഒന്നാണ്. ശിവബാബ ദാതാവാണ് എന്ന് നിങ്ങൾക്കറിയാം. ഭഗവാന് ഒന്നും ഒരിക്കലും എടുക്കുവാൻ സാധിക്കില്ല. ഭഗവാൻ ദാതാവാണ്. എല്ലാവരും
ഈശ്വരാർത്ഥം ദാനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു അടുത്ത ജന്മത്തിൽ ഇതിന്റെ ഫലം ലഭിക്കുമെന്ന്. പ്രതീക്ഷ വയ്ക്കുന്നു. ബാബ പരിധിയില്ലാത്ത അച്ഛനാണ്. ബാബയെപ്പോലെ നിഷ്കാമമായ സേവനം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയുള്ള നിഷ്കാമമായ സേവനമാണ് ചെയ്യുന്നത്? കുട്ടികളെ വിശ്വത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും അധികാരിയാക്കി മാറ്റുന്നു. ബാബ സ്വയം വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നില്ല. ബാബയെ സുഖത്തിൻ്റെ സാഗരനെന്നും ശാന്തിയുടെ സാഗരനെന്നും പവിത്രതയുടെ സാഗരനെന്നും പറയുന്നു. കുട്ടികൾക്ക് ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. ഒരു ബാബയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ജീവൻ മുക്തി ലഭിക്കുന്നത്. ബാബയിൽ നിന്ന് സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. നിശ്ചയം വന്നു, അത്രയും മതി. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരനെന്നാണ് പറയുന്നത്. മുഴുവൻ സാഗരത്തെയും മഷിയാക്കി മാറ്റൂ, മുഴുവൻ കാടിനെയും പേനയാക്കി മാറ്റൂ. എന്നാലും അവസാനിക്കില്ല. നിങ്ങൾ തുടക്കം മുതലേ എഴുതുകയാണെങ്കിലും ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാകും. ഈ അമൂല്യ ജ്ഞാനം ധാരണ ചെയ്യേണ്ടതാണ്. ഇത് പാരമ്പര്യമായി വരുന്നതല്ല എന്നറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ബാബ വന്ന് കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. അത് തന്നെ ധാരാളമാണ്. ബാബയുടെ പരിചയം നൽകുന്നതിലൂടെയും രചയിതാവിനെ കുറിച്ച് അറിയുന്നതിലൂടെയും രചനയുടെയും ജ്ഞാനം ലഭിക്കുന്നു. സത്യുഗത്തിൽ വരുന്നവർക്ക് പുനർജന്മങ്ങൾ കൂടുതലായിരിക്കും എന്ന ബുദ്ധിയിലുണ്ട്. ചക്രത്തിൽ ആദ്യം വന്നവർ തന്നെയാണ് വീണ്ടും വരുന്നത്. ഈ ചക്രത്തെയും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഗീതത്തിലും കേട്ടു, നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഭക്തർ ജന്മജന്മാന്തരങ്ങളായി തീർത്ഥയാത്രകളെല്ലാം ചെയ്തു വന്നു. ഇത് നിങ്ങളുടെ ഒരു ജന്മത്തിൻ്റെ യാത്ര മാത്രമാണ്. ഈ ആത്മീയ യാത്രയിൽ അല്പം പോലും ബുദ്ധിമുട്ടില്ല. ജ്ഞാനം നൽകുന്നത് ഒരു സദ്ഗുരു മാത്രമാണ്. സദ്ഗതി ആരുടെയും ഉണ്ടാകുന്നില്ല. ബാബ സുപ്രീം ജ്ഞാനത്തിൻ്റെ സാഗരനാണ്. എല്ലാവർക്കും സദ്ഗതി ലഭിക്കുന്നു. വേറെ എന്താണ് വേണ്ടത്? തത്വവും തമോ പ്രധാനമായി മാറുന്നു. ഈ ലോകം തമോ പ്രധാനമാണെങ്കിൽ വായുവും അതുപോലെ തമോ പ്രധാനമായിരിക്കും. എത്ര ഭൂകമ്പങ്ങളാണ് ഉണ്ടാകുന്നത്? സത്യുഗത്തിൽ ദുഃഖം നൽകുന്ന ഒരു വസ്തുവും ഉണ്ടായിരിക്കുകയില്ല. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നു. നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. ആർക്കും ദുഃഖം കൊടുക്കരുത്. സുഖത്തിൻ്റെ സമ്പത്ത് പ്രാപ്തമാക്കാനുള്ള ഈ വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും സുഖം മാത്രം കൊടുക്കണം. സത്യുഗത്തിൽ ദുഃഖത്തിൻ്റെ പേര് പോലും ഉണ്ടാക്കാത്ത തരത്തിൽ ബാബ പകുതി കൽപ്പത്തിലേക്ക് സുഖം നൽകുന്നു. നമ്മൾ ബാബയിൽ നിന്ന് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് പ്രാപ്തമാക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ? ശിവബാബയിൽ നിന്ന് സ്വർഗത്തിൻ്റെ സുഖം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദുഃഖവും ദൂരെയാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ അബോധ അവസ്ഥയിൽ നിന്ന് ഉണരുന്നതിന് വേണ്ടിയാണ് നമുക്ക് സഞ്ജീവനി മരുന്ന് നൽകുന്നത്. പിന്നീട് 21 ജന്മത്തേക്ക് ഒരിക്കലും ബോധം കെടില്ല. സഞ്ജീവനി മരുന്നാണ് മന്മനാഭവ. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബ മാത്രമാണ്. ബാബ നിരാകാരനും നിരഹങ്കാരിയുമാണ്. ബാബ വരുന്നതും സാധാരണ ശരീരത്തിലാണ്. ബാബ പറയുന്നു, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ആജ്ഞാകാരിയായ അച്ഛനാണ്. വലിയ ആളുകൾ എപ്പോഴും ഇങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ നിങ്ങളുടെ ആജ്ഞാകാരിയായ സേവകനാണ്. സ്വയം ശ്രീയാണെന്ന് ഒരിക്കലും എഴുതില്ല. ഇന്നത്തെ കാലത്ത് മറ്റു പലതും എഴുതുന്നു. സ്വയം തന്നെ സ്വയത്തിന് ഉയർന്ന പദവി കൊടുക്കുന്നു. അങ്ങനെ എഴുതുന്നു. ബാബ നിരാകാരിയും നിരഹങ്കാരിയുമാണ്.
ഇപ്പോൾ നിങ്ങൾ ബാബയുടെ സന്മുഖത്ത് ഇരിക്കുകയാണ്. ബാബ നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണെന്ന് അറിയാം. ബാക്കി ഭക്തി മാർഗത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരുടെയും ഗുരുവുണ്ട്. ശിവബാബയ്ക്ക് ഒരു ഗുരുവുമില്ല. ബാബ സത്യമായ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ആത്മാവ് തന്നെയാണ് സംസ്കാരം ധാരണ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ബാബയും ആത്മാവാണല്ലോ. ബാബയിലും ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാം ഗുണം വേറെ വേറെയാണ്. ഈ സമയം നിങ്ങളിലുള്ള ഗുണങ്ങൾ തന്നെയാണ് ബാബയിലും ഉള്ളത്. പിന്നീട് സത്യുഗത്തിൽ നിങ്ങളുടേത് ദൈവിക ഗുണങ്ങളായി മാറും. ബാബ ജ്ഞാനത്തിന്റെ സാഗരനും സ്നേഹത്തിന്റെ സാഗരനുമാണ്. കൃഷ്ണന്റെ മഹിമ വേറെയാണ്. ശിവബാബയെ ഒരിക്കലും 16 കല സമ്പൂർണമെന്ന് പറയാൻ സാധിക്കില്ല. ബാബയിലുള്ള ഗുണങ്ങളെല്ലാം സ്ഥായിയായിട്ടുള്ളതാണ്. ബാബ പറയുന്നു, ഈ ടൈറ്റിൽ നിങ്ങൾക്ക് എനിക്ക് നൽകാൻ സാധിക്കില്ല. സർവഗുണ സമ്പന്നമായി മാറാൻ ബാബ വികാരിയായി മാറുന്നില്ലല്ലോ. ബാബയുടെ മഹിമ ദേവീ ദേവതകളുടെ മഹിമ പോലെ ആയിരിക്കില്ല. കൽപ്പം മുൻപും ഈ ജ്ഞാനം കേട്ടവർ മാത്രമേ ഇപ്പോഴും വന്ന് കേട്ട് ബാബയെ ഓർമ്മിക്കുകയുള്ളൂ. അവസാനം അയ്യോ അയ്യോ എന്ന് പറഞ്ഞു കരഞ്ഞ് പിന്നീട് ജയ ജയ ആരവം ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ യാത്രയെക്കുറിച്ചുള്ള രഹസ്യവും മനസ്സിലാക്കിയിരിക്കുന്നു. ഈ യാത്രയിലൂടെ നിങ്ങൾ ഒരിക്കലും ഈ മൃത്യു ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. മറ്റെല്ലാ ഭൗതികമായ യാത്ര ചെയ്താലും തിരിച്ച് വീട്ടിലേക്കാണ് വരുന്നത്. എത്ര മനുഷ്യരാണ് സ്നാനം ചെയ്യാൻ പോകുന്നത്? ഭക്തി എത്ര വിസ്താരത്തിലാണെന്ന് നോക്കൂ. വൃക്ഷം വളരെ വലുതാണെങ്കിൽ അതിൻ്റെ ബീജം വളരെ ചെറുതായിരിക്കും. അതേപോലെ ഭക്തിയും എത്ര വിസ്താരത്തിലാണ്. ജ്ഞാനത്തിൽ ഒരു തവണ മുങ്ങുന്നതിലൂടെ സദ്ഗതി ലഭിക്കുന്നു. ഭക്തിയിൽ താഴേക്ക് ഇറങ്ങി പകുതി കൽപ്പമെടുത്തു. ഇവിടെ നിങ്ങൾ 1 സെക്കൻഡിലാണ് ഏണിപ്പടി കയറുന്നത്. എത്ര നല്ല ലിഫ്റ്റാണ്. താഴെ നിന്ന് ഉടൻ മുകളിലേക്ക് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെയാണ് കയറുന്ന കലയിലൂടെ എല്ലാവരുടെയും നന്മയുണ്ടാകുന്നു എന്ന് പറയുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബ മാത്രമാണ്. ഇപ്പോൾ ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നല്ലേ? സന്യാസിമാരുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, 2 പ്രകാരത്തിലുള്ള വൈരാഗ്യമുണ്ട്. ഒന്ന് പരിധിയുള്ള വൈരാഗ്യത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നില്ല. മറ്റൊന്ന് പരിധിയില്ലാത്ത വൈരാഗ്യത്തിലൂടെ നിങ്ങൾക്ക് സദ്ഗതി ഉണ്ടാകുന്നു. ഇപ്പോൾ സദ്ഗതിക്ക് വേണ്ടിയുള്ള ശ്രീമതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ശ്രേഷ്ഠത്തിലും വെച്ച് ശ്രേഷ്ഠമായി മാറുന്നതിന് വേണ്ടി ഇപ്പോൾ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠമായ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭ്രഷ്ടമായ ലോകം രാവണന്റെ മതത്തിലൂടെ ഉണ്ടായതാണ്. നമ്മൾ ശ്രേഷ്ഠമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ലോകത്തിലുള്ളവർക്ക് അല്പം പോലും അറിയില്ല. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ബ്രഹ്മകുമാരിമാർ വിനാശം ചെയ്യിപ്പിക്കുന്നവരാണെന്ന്. ശരിക്കും വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഈ വിനാശത്തിലൂടെയാണ് മംഗളം ഉണ്ടാകേണ്ടത്. മംഗളകാരിയായ ബാബ വരുമ്പോഴാണ് മഹാഭാരത യുദ്ധം ഉണ്ടാകുന്നത്. പറയും, ഞങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ ബ്രഹ്മകുമാരിമാർ വിനാശമുണ്ടാക്കുമെന്ന്. വിനാശമുണ്ടാവുക തന്നെ വേണം. പഴയ ലോകം വിനാശമാകും. നമ്മൾ പുതിയ ലോകമാണ് സ്ഥാപിക്കുന്നത്. പഴയതിനു ശേഷം തീർച്ചയായും പുതിയതുണ്ട്. ഓരോ കൽപ്പവുമുള്ള വിനാശത്തിലൂടെയാണ് ഭാരതത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. എന്നാൽ മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും? മുന്നോട്ട് പോകുന്തോറും ഒരുപാട് മനസ്സിലാക്കും.
ബാബ വരുമ്പോൾ പഴയ ലോകം മുഴുവൻ സ്വാഹായാകുന്നു. നിങ്ങളുടെ ഈ അത്ഭുതകരമായ യജ്ഞത്തിലാണ് ആഹൂതി ഉണ്ടാകുന്നത്. ഇതും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. പാണ്ഡവരുടെ വിജയമാണ് ഉണ്ടാകേണ്ടത്. ബാക്കി എല്ലാവരും മരിക്കും. അവശേഷിക്കുന്നത് നിങ്ങൾ പാണ്ഡവരാണ് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നത്. ഇത് വളരെ അത്ഭുതകരമായ ജ്ഞാനമാണ്. എല്ലാവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നതും സദ്ഗതി നൽകുന്നതും ഒരു ബാബയാണ്. എത്ര മധുരമുള്ളതും പ്രിയപ്പെട്ടതുമായ ബാബയാണ്. പറഞ്ഞു വന്നു, മധുരമായ ബാബ, അങ്ങ് വരുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ ബലിയർപ്പണമാകുമെന്ന്. എനിക്ക് ബാബയല്ലാതെ മറ്റാരുമില്ല. ഇതിനർത്ഥം വീടെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കണം എന്നല്ല. അല്ല, ഗൃഹസ്ഥത്തിൽ ഇരുന്നോളൂ. 7 ദിവസത്തെ കോഴ്സ് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. മൺമന്ന ഭവ. ബാബയെ ഓർമ്മിച്ച് സമ്പത്ത് നേടണം. ഓർമ്മയുടെ യാത്രയിൽ കഴിയണം. അത്രമാത്രം. ഈ യാത്രയിലൂടെ മാത്രമാണ് ജീവിതമാകുന്ന തോണി അക്കരെ എത്തുന്നത്. പവിത്രമായിരിക്കണമെന്നും നിങ്ങൾക്കറിയാം. മോശമായ ആഹാരമൊന്നും കഴിക്കരുത്. ചില സമയത്ത് മുരളിയും ലഭിക്കില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ബഹളം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മുരളി ലഭിക്കില്ല. ഈ കണ്ണുകളാൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതൊന്നും അവശേഷിക്കില്ല. എല്ലാം ഭസ്മമാകും. പ്രളയമൊന്നും ഉണ്ടാകുന്നില്ല. ഒരു ലോകം തന്നെയാണ് പഴയതിൽ നിന്നും പുതിയതുമായി മാറുന്നത്. പുതിയ ലോകമെന്നും പഴയ ലോകമെന്നും പറയാറുണ്ടല്ലോ. ഇത് പഴയ ലോകമാണെന്ന് പറയും. ബാക്കി സമയം കുറച്ചു മാത്രമേ ഉള്ളൂ. മനുഷ്യർ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് പറയുന്നു. കലിയുഗം 40,000 വർഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ചക്രം 5000 വർഷത്തിൻ്റെതാണ്. മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിലാണ് ഉള്ളത്. മനുഷ്യർ തികച്ചും കല്ല് ബുദ്ധികളാണ്. അഭിനേതാവായതിനു ശേഷം ഡ്രാമയിലെ രചയിതാവിനെയും ഡയറക്ടറെയും അറിയില്ലെങ്കിൽ അവരെ എന്താണ് പറയുക? ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എങ്ങനെയാണ് ആവർത്തിക്കുന്നതെന്ന് അറിയുക തന്നെ വേണമല്ലോ. ആരാണോ നല്ല രീതിയിൽ അറിഞ്ഞ് ബുദ്ധിയിൽ ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്, അവർ ഉയർന്നതിലും ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു. ബാബ പറയുന്നു, എന്നിലുള്ള ജ്ഞാനമാണ് നിങ്ങൾക്ക് തരുന്നത്. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ബാബ ജ്ഞാനം നൽകുന്നത് ആവർത്തിക്കുന്നു. ബാബയ്ക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. ഭക്തിമാർഗത്തിലും പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് രചനയുടെയും രചയിതാവിൻ്റെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ പരിചയം നൽകുന്നു. ബാബയും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ബാബ വരുന്നത് ഒരു തവണയാണ്. ബാബയാണ് തൻ്റെ പരിചയം നൽകി രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം കേൾപ്പിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ബാബയ്ക്ക് സമാനം ആജ്ഞാകാരിയായി മാറണം. ഒരിക്കലും ഒരു കാര്യത്തിലും തൻ്റെ അഹങ്കാരം കാട്ടരുത്. നിരാകാരിയും നിരഹങ്കാരിയുമായിരിക്കണം. 2. അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി നിശ്ചയബുദ്ധികളായി മാറി ശ്രീമത്തിലൂടെ നടക്കണം. ആത്മീയ യാത്രയിൽ കഴിയണം. വരദാനം: പുരുഷാർത്ഥം എന്ന വാക്കിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് സദാ മുന്നേറുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. പലതവണ പുരുഷാർത്ഥി എന്ന വാക്കും പരാജയപ്പെടുന്നതിൽ അഥവാ അസഫലത ഉണ്ടാവുന്നതിൽ നല്ല കവചമാകുന്നുണ്ട്.
എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ പറയുന്നു, ഞാനിപ്പോൾ പുരുഷാർത്ഥിയാണ്. എന്നാൽ യഥാർത്ഥ പുരുഷാർത്ഥി ഒരിക്കലും തോൽക്കുകയില്ല. എന്തെന്നാൽ പുരുഷാർത്ഥം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥമാണ് സ്വയത്തെ പുരുഷൻ, അതായത് ആത്മാവ് എന്ന് മനസ്സിലാക്കി നടക്കുക. ഇങ്ങനെ ആത്മീയ സ്ഥിതിയിൽ കഴിയുന്ന പുരുഷാർത്ഥി സദാ ലക്ഷ്യം മുന്നിൽ വെച്ച് നടക്കുന്നു. അവർ ഒരിക്കലും നിന്നു പോകുന്നില്ല. ധൈര്യവും ഉല്ലാസവും വെടിയുന്നില്ല. സ്ലോഗൻ: മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതിയിൽ കഴിയൂ. ഈ സ്മൃതിയാണ് അധികാരി സ്മൃതി നൽകുന്നത്. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിൽ കഴിഞ്ഞ് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ഏത് കാര്യം ചെയ്തുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇടയ്ക്കിടെ സങ്കല്പങ്ങളുടെ ട്രാഫിക്കിനെ നിർത്തൂ. 1 മിനിറ്റിലേക്ക് പോലും മനസ്സിന്റെ സങ്കല്പങ്ങളെ ശരീരത്തിലൂടെ നടന്നുകൊണ്ടും കർമ്മങ്ങൾ ഇടയ്ക്ക് നിർത്തിക്കൊണ്ടും ഈ അഭ്യാസം ചെയ്യൂ. അപ്പോൾ ബിന്ദുരൂപത്തിന്റെ പവർഫുൾ സ്റ്റേജിൽ സ്ഥിതി ചെയ്യാം. അവ്യക്ത സ്ഥിതിയിൽ കഴിഞ്ഞ് കാര്യം ചെയ്യുക സരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ഈ ബിന്ദുരൂപത്തിന്റെ സ്ഥിതിയും സഹജമായി മാറണം. അപ്പോൾ ഇതാണ് യോഗത്തിന്റെ ജ്വാലാസ്വരൂപ സ്ഥിതി. ഓം ശാന്തി.